ഹലോ, ഞാൻ നിങ്ങളുടെ അയന അമ്മു. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. ഇന്നത്തെ കഥ എന്താണെന്നല്ലേ, നമ്മുടെ അനിതാമ്മയുടെ കഥയുടെ ബാക്കി എന്തായെന്ന് അറിയണ്ടേ. അണ്ണാച്ചി പോയതോടുകൂടി നമ്മുടെ കഥ അവസാനിപ്പിച്ചല്ലേ. അതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കറിയണ്ടേ. അപ്പോൾ കൂടുതലൊന്നും സംസാരിക്കാണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് കഥയിലേക്ക് പോയാലോ. അന്നത്തെ ഇതിനൊക്കെ ശേഷം അമ്മയ്ക്ക് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. വല്ലച്ചനാണേലും ആരും കാണാതെ അമ്മയുടെ പിന്നാലെ നടന്ന് ഓരോ പിടുത്തവും അതൊക്കെ ഇങ്ങനെ മുറയ്ക്ക് നടത്തുന്നുണ്ട്. അമ്മയാണേ എല്ലാത്തിനും അത്യാവശ്യം നിന്നു കൊടുക്കുന്നുണ്ട്. അണ്ണാച്ചിയുടെ വിവരമൊന്നുമില്ല താനും. പതിവ് പോലെ അമ്മ ഉറങ്ങുമ്പോഴുള്ള എൻ്റെ കലാപരിപാടികളൊക്കെ നടക്കേണ്ടത് അതുപോലെ ഞാനില്ലാത്തപ്പോൾ വല്ലച്ചൻ അമ്മയെ കൊണ്ട് എടുപ്പിക്കലും. എനിക്ക് സംശയമുണ്ട്, 1-2 വട്ടം അമ്മ വല്ലച്ചൻ്റെ മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കാണുകയും ചെയ്തു. അങ്ങനെ 2 ആഴ്ച കടന്നുപോയി. വീട്ടിൽ അച്ഛൻ ബാബു വന്നു. ആർക്കും വലിയ മൈൻഡൊന്നുമില്ല. വല്ലച്ചൻ അച്ഛൻ കേൾക്കേട്ടാ, ബാബു നിൻ്റെ ഈ അനിത ഇതൊക്കെ മാറിയോ, അന്ന് തീർത്ത് കൊടുത്തൂടെ, ഇല്ലേ വല്ല തമിഴും പൊളിച്ച് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ചിരിച്ചാക്കുന്നൊക്കെ ഉണ്ട്. അമ്മ അത് കേട്ട് ചെറിയ പേടിയോടെ ഈ അച്ഛൻ എന്തു വൃത്തിയുടെ പറയുന്നത് ഇതും പറഞ്ഞ് റൂമിലേക്ക് പോയി. അച്ഛനപ്പം മുറിയിൽ വന്ന് ഷർട്ടൊക്കെ എടുത്ത് രാഘവൻ്റെ അടുത്തേക്കൊന്നും പറഞ്ഞ് ഒരൊറ്റ പോക്ക. കുറച്ച് കഴിഞ്ഞ് രാഘവനെയും കൂട്ടി അച്ഛൻ വീട്ടിൽ വന്നു. കുട്ടി തുടങ്ങി. രാഘവൻ അമ്മയെ നോക്കി വെള്ളം ഇറക്കുന്നത് ഞാൻ കണ്ടു. അച്ഛൻ അത്യാവശ്യം നല്ലൊരു ഹിറ്റായി. പെട്ടെന്ന് വല്ലച്ചൻ വന്ന് അമ്മയോട് പറഞ്ഞു, നിൻ്റെ അമ്മായിയമ്മ ഒന്ന് വീണു, ആശുപത്രി കൊണ്ടുപോയി, ഒരാഴ്ച കിടക്കണം. എൻ്റെ മോൾക്കെന്തോ അത്യാവശ്യമുണ്ട്, രാത്രിയാകുമ്പോഴേ എത്തും, അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് നീ നിൽക്കണം, രാവിലെ പോരാം, പിന്നെ കുറച്ച് ക്യാഷും അവിടെ കൊടുക്കണം. അങ്ങനെ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും പോകാം നമ്മ പറഞ്ഞു. എന്നെയും കൂടെ കൊണ്ടുപോകാൻ വല്ലച്ചൻ പറഞ്ഞു. അപ്പോൾ രാഘവൻ പറഞ്ഞു, ബസ്സിന് കയറി അവിടെ എത്താൻ 3-4 മണിക്കൂർ എടുക്കും, കാർ വിളിച്ച് പോയാൽ പെട്ടെന്ന് ചെല്ലാം. ഇവിടെ ആർക്കാ വിളിക്കാൻ കാറുള്ളത്, വല്ലച്ചൻ ചോദിച്ചു. രാഘവൻ അപ്പോൾ കാര്യം പറഞ്ഞു. യൂസഫിനെ വിളിച്ച് പുള്ളി വരാൻ നേറ്റു. ഈ യൂസഫാണ് രാഘവന് ചാരായവും മറ്റതൊക്കെ കൊടുക്കുന്നത്. പുള്ളിയുടെ പേരിൽ കുറേ കേസും മറ്റേ കേസും വൃത്തിയായിട്ട കേസും എല്ലാം വൃത്തിയായിട്ടും ചെയ്യാൻ മടിയില്ലാത്ത ആളായിരുന്നു യൂസഫ്. രാഘവൻ പറഞ്ഞു, ഞാനും ബാബും കൂടെ വരാം, നിങ്ങൾക്കൊരു കൂട്ടാകുമല്ലോ. യൂസഫ് തിരികെ പോരുന്ന കൂട്ടത്തിൽ തിരിച്ചു വരാം. എന്നാൽ അങ്ങനെ ചെയ്യാൻ വല്ലച്ചനും പറഞ്ഞു. അമ്മയും ഞാനും മുറിയിൽ കയറി ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഞാൻ പാൻറ് ഷർട്ടിട്ട് അമ്മ നൈറ്റൊക്കെ മാറ്റുന്ന പാവാട ഇതൊക്കെ ഇടുന്നതെടുത്ത് മുടി ചീകൊണ്ടിരുന്ന് അത് കണ്ട് എനിക്ക് വീണ്ടും സെറ്റായി. ഹാളിൽ നിന്ന് രാഘവൻ ഊളിയിട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് വല്ലച്ച് മുറിയിൽ കയറി വന്നു. അമ്മ എന്നെ കാണിക്കാൻ നൈറ്റൊക്കെ എടുത്തുന്നത് മറച്ചു വെച്ചു. വല്ലച്ചൻ കാശ് തരാൻ വന്നതായിരുന്നു. കാശ് മേടിച്ച് അമ്മ ബാഗിൽ വെച്ചു. വല്ലച്ചൻ മുറിയിൽ നിന്നും പോയി. അമ്മ ഒരു നേരത്തെ നീല ട്രാൻസ്പെറൻ്റ് ഇട്ടുള്ളൊരു ബ്ലൗസ് ഇട്ടു. അത് മുഴുവൻ കാണാം. നല്ല കഴുത്തിറക്കി വെട്ടിയതായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നല്ലപോലെ തെളിഞ്ഞ് കാണാം. അതുപോലത്തെ തന്നെ ഒരു സാരിയായിട്ടാണ് ഇവിടുത്തെ പുറത്തേക്ക് വന്നത്. രാഘവനാണേ മതാലസയായ അമ്മയെ കണ്ട് സെറ്റായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. ആ കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രമാണ് സെറ്റാണ് എന്ന്. അപ്പോഴേക്കും യൂസഫ് വന്നു. ഒരു പഴയ ടാറ്റ ഇൻഡിക്ക കാറാണ് പുള്ളിയുടെ. രാഘവൻ ഇറങ്ങിച്ചെന്ന് അച്ഛനെ പരിചയപ്പെടുത്തി കിടത്തു. ഞാനും അമ്മയെ ഇറങ്ങിച്ചെന്നു. യൂസഫ് അമ്മയെ നോക്കി, ഒരു നോട്ടുണ്ട് മോനെ. അച്ഛനെ മുന്നിൽ കയറ്റി എൻ്റെ മനസ്സിൽ പോകും വഴി, അമ്മയെ ഒന്നാക്കാനാണോ ഇവരുടെ പരിപാടി എന്നെല്ലാം തോന്നിപ്പോയി. എനിക്കാണെങ്കിൽ അത് ഓർത്തപ്പോൾ തന്നെ വീണ്ടും സെറ്റായി. ഞാൻ മനഃപൂർവ്വം സൈഡ് സീറ്റിലിരുന്നു. അപ്പോൾ അമ്മ നടുക്കായിട്ട് അടുത്ത് രാഘവൻ അമ്മയോട് ചേർന്നിരുന്നു. യൂസഫ് കണ്ണാടിയിലൂടെ അമ്മയെ നോക്കുന്നുണ്ട്. യൂസഫ് അച്ഛന് വലിക്കാൻ മറ്റേ ബീഡിയൊക്കെ കൊടുത്തു. അതും വലിച്ച് അച്ഛനങ്ങ് മയങ്ങി. യൂസഫ് അമ്മയോട്, പേരെന്താ? അമ്മ. അനിത. അങ്ങനെ ഓരോന്ന് സംസാരിച്ചു പോയി. യൂസഫ് രാഘവനോട്, എന്നാലും ഇത്രയും മഞ്ചുള്ളൊരുത്തി നമ്മുടെ നാട്ടിലുണ്ടായിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ രാഘവ. അത് കേട്ട് ചിരിച്ച് രാഘവനും പറഞ്ഞു, അനിതയെപ്പോലൊരാളെ ഞാനും കണ്ടിട്ടില്ല. യൂസഫ് പറഞ്ഞു, ബാബു
ബാബുവിൻ്റെ ഭാഗ്യം. അത് കേട്ട് അമ്മ പുച്ഛഭാവത്തിൽ ചിരിച്ചു. ഞാൻ വിചാരിച്ച പോലെ പോണ വഴി അമ്മയെ ആക്കാനുള്ള ശ്രമമൊന്നും നടത്തിയില്ല. അതിൻ്റെ നിരാശ എനിക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും അവിടെ എത്തി രാഘവൻ ഞങ്ങളോട് ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു. ബാബു ഉറങ്ങുന്നതുകൊണ്ട് അവർ വന്നില്ലെന്നും യൂസഫ് അപ്പോൾ എനിക്ക് അയാളുടെ മൊബൈൽ നമ്പർ തന്നിട്ട് അമ്മയുടെ നേരെ നോക്കി എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ പറഞ്ഞ് അവരും പോയി. ഞങ്ങൾ വല്യമ്മയുടെ റൂമിലെത്തി. ക്യാഷൊക്കെ അമ്മ കൊടുത്തു. അമ്മയും വല്യമ്മ അത്ര രസത്തിലല്ലാത്തത് കൊണ്ട് അധികം സംസാരമൊന്നും ഉണ്ടായില്ല. അമ്മ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. രാത്രി ഒരു 9 മണിയായപ്പോൾ വല്യമ്മയുടെ മോള് എൻ്റെ അമ്മായി വന്നു. റൂമിൽ പേഷ്യൻ്റ് ഇപ്പോൾ ഒരാൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ. അമ്മ പറഞ്ഞു ഞാനും മോനും പോയിക്കൊള്ളാം. സമയം 9 ആയല്ലേ ഉള്ളൂ. KSRTC ബസ്സുണ്ട്. 12 മണിയാകുമ്പോൾ ചെല്ലും. പിന്നെ വല്ല ഓട്ടോയും വിളിച്ച് പോയിക്കൊള്ളാം. അമ്മയ്ക്ക് അമ്മയുടെ കൂടെ നിൽക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അമ്മായിക്കും അങ്ങനെയൊക്കെ തന്നെ. ഞാനും അമ്മയും അവിടെ നിന്ന് ഇറങ്ങി. ബസ് സ്റ്റാൻഡിലെത്തി. പെട്ടെന്ന് തന്നെ ബസ്സും കിട്ടി. ബസ്സിൽ ഞങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല. ഞാൻ കുറച്ച് പുറകിലെ കമ്പി ചാരി നിന്നു. അമ്മ നടുക്കാട്ടാകെ 3-4 പേരെ നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അമ്മയാണേ നല്ല ഇതൊക്കെ കാണിച്ചിങ്ങനെ ആളുകളെ സെറ്റാക്കി നിൽക്കുക. ഒരു 12 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പെത്തി. ഓട്ടോ വിളിക്കാനായി നോക്കിയിട്ട് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അമ്മ പറഞ്ഞു യൂസഫിൻ്റെ നമ്പറില്ലേ, അയാൾ വിളിച്ചാലോ. ഞാൻ പുള്ളീനെ വിളിച്ചു. പുള്ളി പെട്ടെന്ന് വരാമെന്നും അവിടെ വെയിറ്റ് ചെയ്യാനും പറഞ്ഞു. എൻ്റെ മനസ്സിൽ ഈ രാത്രിയിൽ യൂസഫ് വരാമെന്ന് പറഞ്ഞത് അമ്മയെ ആക്കാനുള്ളൊരവസരം കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണെന്നുള്ള ചിന്തകളായിരുന്നു. എന്നാൽ ഞാനുള്ളത് കൊണ്ട് പുള്ളിക്കെതിരെ പറ്റുമോ, പറ്റാൻ ചാൻസ് ഇല്ല എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നി. അച്ഛൻ അങ്ങനെ അമ്മയെ യൂസഫ് എടുത്തിട്ടാക്കുന്നത് കാണാൻ ഞാൻ തന്നെ ഒരു പ്ലാൻ ഇട്ടു. പുള്ളി വരുമ്പോൾ അമ്മ കാറിൻ്റെ മുൻ സീറ്റിലിരുത്തണം. അതിന് ഞാൻ അമ്മയോട് എനിക്ക് നല്ല ക്ഷീണം, ഉറക്കം വരുന്നെന്ന് പറഞ്ഞു. എന്നിട്ട് കാറ് വന്നപ്പോൾ അമ്മയമ്മാരൻ മുന്നിലിരുത്തി. ഞാൻ പുറകിൽ കയറിയിരുന്നു. എടുത്തുമ്പോൾ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ഉറങ്ങണ പോലെ അങ്ങ് കിടന്നു. അപ്പോൾ യൂസഫ് അമ്മയോട് പറഞ്ഞു, ഇനി ഞാനിതേ നിൻ്റെ കെട്ടിയോൻ ഞങ്ങൾ തിരിച്ചു പോന്നപ്പോൾ എൻ്റെ വീട്ടിൽ വന്ന് കുടിച്ച് ബോധമില്ലാതെ കിടക്കുക. അവിടെ ചെന്ന് ബാബുവിനെയും കൂട്ടി നിങ്ങളെ വീട്ടിൽ വിടാം. അമ്മാതെ സമ്മതിച്ചു. ഇത് കേട്ടപ്പോൾ യൂസഫ് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ യൂസഫിൻ്റെ വീടെത്തി. അതിൻ്റെ ഇറങ്ങി വാടി, അവനെ താങ്ങി പിടിച്ച് കാറി കയറ്റാം, മോനിറങ്ങുമല്ലേ പുള്ളി പറഞ്ഞ് അമ്മ യൂസഫിൻ്റെ കൂടെ ഇറങ്ങി. ഞാൻ നോക്കിയപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ അടുത്ത് വേറെ ഒറ്റ വീടും ഇല്ല. കുറച്ച് പഴകിയൊരു ചെറിയ വാർക്ക വീടാണ് പുള്ളിയുടെ. സിറ്റൗട്ട് കയറി അമ്മയും യൂസഫും അകത്തേക്ക് കയറി. ഞാൻ പതിയെ ഇവരുടെ പുറകെ ഇറങ്ങി. അങ്ങനെ ജനലിലൂടെ അകത്തേക്ക് നോക്കി. ജനലിന് വിൻഡോ ഇല്ലായിരുന്നു. അത് നന്നായിട്ട് കാണുകയും ചെയ്യാം. അച്ഛൻ താഴെ ഒരു സോഫയിൽ ചാരി കിടക്കുന്നു. അമ്മ കുനിഞ്ഞിരുന്നിട്ട് അച്ഛനെ വിളിക്കുന്നുണ്ട്. അച്ഛൻ അറിയുന്നേയില്ല. അമ്മയുടെ സാരത്തിലപ്പ് മാറി. അതൊക്കെ നല്ലവണ്ണം കാണാൻ പറ്റുന്നുണ്ട്. യൂസഫ് അത് നോക്കിക്കൊണ്ട്, രാഘവ ഇങ്ങോട്ട് വാടാ, നിൻ്റെ റാണി വന്നിട്ടുണ്ട്, കണ്ടില്ലേടാ. പെട്ടെന്ന് അമ്മ ഞെട്ടിക്കൊണ്ട്, രാഘവൻ ഇവിടെയുണ്ടോ. രാഘവനപ്പോൾ ഷർട്ടിടാതെ കൈലിയെടുത്ത് ഒരു ബീഡിയും കത്തിച്ചിറങ്ങി വന്നു. എന്താടി അനിതേ എന്ന് പറഞ്ഞൊരു ചീത്ത. ഞാനുള്ളത് ഇഷ്ടപ്പെട്ടില്ലേ. കെട്ടിയാനെ കുടുംബശ്രീ കിടത്തി യൂസഫിൻ്റെ കൂടെ പരിപാടിയായിരുന്നു നിനക്ക്. അമ്മ ഇങ്ങനെ പിടിക്കാൻ കൂടെ വേഗം പോകാം യൂസഫ് പോടി പറയതേ. അവനെ നീ വിളിച്ചിട്ട് കാര്യമില്ല, അതുപോലെ ഫിറ്റാന്നും പറഞ്ഞ് ആളും ചീത്ത പറയാ. നിന്നെ എത്ര പെട്ടെന്ന് കിട്ടുമെന്ന് വിചാരിച്ചില്ല. എൻ്റെ ഒരു ഭാഗ്യം. അവർ ചിരിച്ചു. അമ്മ വേഗം ഇറങ്ങാൻ തുടങ്ങി. യൂസഫ് അമ്മയുടെ സാരി പിടിച്ച് വലിച്ചൊന്ന് പൊട്ടിച്ചു. അമ്മ കറങ്ങിയ സോഫയിലേക്ക് വീണു. സാരി യൂസഫിൻ്റെ കയ്യിലിരുന്നു. അയാളത് അച്ഛൻ്റെ മേത്തേക്ക് എറിഞ്ഞു. അമ്മയാണെ പാവാടി ബ്ലൗസൊക്കെ ഇട്ട് ആ സോഫയിൽ ഒരു മത്താലസെ പോലെ നിസ്സഹയായിട്ടിങ്ങനെ കിടക്കുക. യൂസഫ് അയാളുടെ തൊക്കെ മാറ്റി ഒരു പെക്കും എടുത്ത് കുടിച്ച് എന്നിട്ട് രാഘവനോട്, നിൻ്റെ എത്ര നാളത്തെ കാത്തിരിപ്പാടാ ഇവളുടേത്, അതൊക്കെ ഒന്ന് പൊളിക്കടാ, നമുക്ക് ഇവളെ ഒരു അസലിതാക്കണം. രാഘവൻ, എടി നിന്നെ അത് ഞാൻ എത്ര ചെയ്തിട്ടുണ്ടെന്ന് നിനക്കറിയോ.
എന്നിട്ട് ഓരോന്ന് പറഞ്ഞ് അവരിങ്ങനെ ചിരിക്കുക. അമ്മ അച്ഛനെ ഉണർത്താൻ നോക്കി. യൂസഫ് അവിടെ ഇരുന്ന് മറ്റേ കുപ്പിയെടുത്ത് അമ്മയുടെ മുടിക്കുത്തി പിടിച്ച് വായിലേക്ക് തീറ്റി കുടിപ്പിച്ചു. ആ 1/2 ഗ്ലാസ് മദ്യം അമ്മ കുടിച്ചിട്ടുണ്ട്. കുറച്ചയാൾ അമ്മയുടെ ദേഹത്തേക്ക് വെച്ചു. അമ്മ ഒക്കെ അരച്ച് കണ്ണൊക്കെ നിറഞ്ഞു. യൂസഫ് അമ്മയെ പിടിച്ച് എണ്ണിപ്പിച്ചു. നിന്നെ ഈ കള്ളിൻ്റെ കൂടെ ഒന്ന് തൊട്ടുകൂട്ടാൻ നോക്കാടി. അമ്മയുടെ പിന്നിൽ നിന്ന് കഴുത്തുതൊക്കെ ഇതാക്കി ആളിങ്ങനെ പറയുക. രാഘവൻ വേഗം തന്നെ വന്ന് അമ്മയുടെ മുഖത്ത് 2 കൈകളും ചേർത്തതാക്കിക്കൊണ്ട് ആ ബ്ലൗസമ്മ പിടുത്തിട്ടു. പിന്നെ ആ തുളുമ്പി നിൽക്കുന്നതൊക്കെ ഒരൊറ്റ തെറിപ്പായിരുന്നു. ഈ കാഴ്ച കണ്ട് എൻ്റെതാക്കെ അങ്ങ് സെറ്റായി. യൂസഫും രാഘവനും ചേർന്ന് അമ്മ നല്ലവണ്ണം താക്കുന്നുണ്ട്. ആ ഒരു ആക്രാന്തം അത് കാണണമായിരുന്നു. അവർ മാറി മാറി നല്ലവണ്ണം ആക്കുന്നുണ്ട്. യൂസഫ് സോഫയിൽ കയറിയും ഇരുന്നും കിടന്നും ഒക്കെ പരിപാടി നടത്തുന്നുണ്ട്. പിന്നെ കാൽവിരലുകളും ചുമ്മാതിരിക്കുന്നൊന്നും ഇല്ല. അങ്ങനെ നല്ലവണ്ണം നല്ലൊരു തക്കർപ്പൻ പരിപാടി അവിടെ 2 പേരും, അതായത് നമ്മുടെ രാഘവനും യൂസഫും നമ്മുടെ അനത്തിയിട്ടാക്കുക. വീണ്ടും ഒരു 15 മിനിറ്റ് നല്ലവണ്ണതായി ആസകളൊന്നും വിയർത്തൊഴുകി. വൈകാതെ യൂസഫിൻ്റെതും എല്ലാവരുടേതും ഒരുമിച്ചങ്ങായി. അമ്മ ആകെ തളർന്നു എന്ന് തന്നെ പറയാം. അപ്പോൾ യൂസഫ് അങ്ങനെ തളർന്നിരിക്കുന്നതോടെ ആൾ അവിടെ നിന്ന് മാറി. പിന്നെ രാഘവൻ്റെ തത്രപ്പാടായിരുന്നു. രാഘവൻ നല്ലവണ്ണം ഇതാക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതൊക്കെ കണ്ടു നിന്നപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ തോളത്തൊരു കൈ വന്ന് പെട്ടത്. ഞാൻ ഞെട്ടിത്തരിച്ച് പേടിയോടെ നോക്കി. അത് വേറെ ആരുമല്ല, യൂസഫായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. യൂസഫ് കൊച്ച് കുറച്ച് ചീത്തയും പറഞ്ഞിട്ട്, നീ കൊള്ളാലോടെ ചെറുക്ക, ഇക്കൊരു അബദ്ധം പറ്റിയതാ, അമ്മയോട് പറയരുത്. ഞാൻ പറഞ്ഞു, അതായത് എനിക്കൊരു അബദ്ധം പറ്റിയത് അമ്മയോട് പറയാൻ നിൽക്കല്ലേന്ന്. ഓ, നിൻ്റേത് അറിയട്ടടാ, നിൻ്റേത് ആ കൊച്ചു ചെറുക്കനും അറിയണ്ടേ പരിപാടികളൊക്കെ. നീ ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. എന്തായാലും ആദ്യമായിട്ടല്ല ഇത്. സത്യം പറഞ്ഞു, നിൻ്റെ തള്ളേനെ വേറെ ഇതാക്കുന്നത് നീ കണ്ടിട്ടുള്ളതല്ലേ? അപ്പോൾ ഇതും കൂടെ കാണിച്ചു തരാം. ഞാൻ യൂസഫിനോട് അണ്ണാച്ചിയും വല്ലച്ചനും കൂടെ അമ്മ ഇതാക്കിയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ യൂസഫ് ചോദിച്ചു, നിനക്ക് നിൻ്റെ അമ്മേനൊന്ന് ആഗ്രഹമുണ്ടോ, അതോ നീയും ആക്കിയിട്ടുണ്ടോ? ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല. രാത്രി അമ്മയുടെ കൂടെ ഉറങ്ങുമ്പോൾ സ്വന്തമായിട്ട് ഇതാക്കാറേ ഉള്ളൂ. എന്നാൽ ഇന്ന് തന്നെ നീ തുടങ്ങിക്കോന്ന് യൂസഫും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇക്ക എനിക്ക് പേടിയാ, ഞാൻ കാറിപ്പോയിരുന്നോളാം. യൂസഫ് കുറേ ചീത്തയും പറഞ്ഞ്, മര്യാദയ്ക്ക് ഞാൻ പറയണേ കേട്ടോ, ഇല്ല തള്ളേനെ മോനെ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് യൂസഫ് എന്നെയും കൂട്ടി അകത്തേക്ക് കയറി. ഈ സമയം ഏകദേശം 1/2 മണിക്ക് രാഘവൻ അമ്മയുടെ തന്നെ നല്ലവണ്ണം തകർക്കുകയായിരുന്നു. ഞങ്ങൾ കരച്ചിലുമ്പോൾ രാഘവൻ അമ്മയെ സോഫയിൽ ഓരോ രീതിക്ക് നിർത്തി ചെയ്യുക. അമ്മയ്ക്ക് 2-3 തവണയായിട്ടോ ആ തേനൊക്കെ നല്ലവണ്ണം ഇതാവുന്നുണ്ട്. ആ ഒരു കിടത്തം കാണേണ്ട തന്നെയായിരുന്നു. മദ്യം കുടിപ്പിച്ചതിൻ്റെ ഈ ക്ഷീണം കൊണ്ട് ഇതിൻ്റെ ക്ഷീണമുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ട് അമ്മ ഒരു പാതി മയക്കത്തിലായിരുന്നു. അവസാനം രാഘവൻ നോക്കിയപ്പോൾ ഞാൻ ആൾ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്നെ കണ്ട് ഞെട്ടിപ്പോയി. ഇവനതിൻ്റെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ദേഷ്യത്തോടെ രാഘവൻ ചോദിച്ചു, യൂസഫ്, രാഘവോ നിനക്ക് തെറ്റ് പറ്റിയടാ, നീ വിചാരിച്ച പോലെയല്ല. ഈ ലവള് അമ്മായപ്പനും മറ്റത് വിൽക്കാൻ നടക്കുന്ന അണ്ണാച്ചിക്കും നല്ലതുപോലെ കൊടുത്തിട്ടുള്ളതാണ്. അത് ഈ കൊച്ചിപ്പം കണ്ടിട്ടുള്ളതാ. അപ്പോൾ ഇവന് വിചാരിക്കാൻ നടക്കില്ല, ആലോചിച്ച് സ്വയം വിടാറുള്ളതാ ഇവൻ. രാഘവൻ, എടാ നിൻ്റെ ഇതിന് എത്ര ഇടുണ്ടെന്ന് നിനക്ക് എന്നോട് പറയത്തില്ലായിരുന്നു. ഞാൻ അവളുടെ തൊക്കെ മാറ്റിക്കൊടുത്തേനല്ലോ, നിനക്ക് കാണുകയും ചെയ്യാമായിരുന്നല്ലോ. ഞാൻ ഒന്നും മിണ്ടിയില്ല. അമ്മയുടെ അത് കണ്ട് എൻ്റെ ഇങ്ങനെ സെറ്റായി തുടങ്ങിയപ്പോൾ യൂസഫ് പറയുക, എന്തായാലും ഇനി കുഴപ്പമില്ല, നമുക്കിവിടെ അതങ്ങ് ശരിക്കും തീർത്ത് കൊടുക്കാം. ഇതാ നിൻ്റേതൊന്ന് നോക്കിക്കേ, എന്നെ ഒരു ഉരുപ്പിടിയല്ലേ, ഇവള് എത്ര വേണമെങ്കിലും ഇതാക്കും. രാഘവ, ഇവൻ്റെ കന്യംഗം ഇവിടെ തന്നെ ആയിക്കോട്ടെ അല്ലേ, അതൊക്കെ ഒന്ന് മാറ്റി സെറ്റാക്കണമെന്ന് രാഘവനും പറഞ്ഞു.
പിന്നെ അവിടെ നടന്നത് എൻ്റെ കന്നി അംഗം തന്നെ ആയിരുന്നു. രാഘവനും ഞാനും യൂസഫും കൂടെ എൻ്റെ അമ്മേനെ അനിതനെ നല്ലവണ്ണം ഒരു പരിപാടി നടത്തി. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ് രാഘവൻ പറഞ്ഞു, സമയം പുലർച്ചെ 4 മണിയായി, ബാബു എണ്ണിക്കുന്നതിന് മുന്നേ ഇവരെ വീട്ടിൽ വിടാം. അങ്ങനെ അച്ഛനെ തൂക്കിയെടുത്ത് അവർ വണ്ടിയുടെ മുൻസീറ്റിലേക്ക്, എന്നിട്ട് വന്ന് എന്നോടും അമ്മയോടും എണ്ണിക്കാൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ ദേഹത്ത് നിന്ന് എണ്ണിട്ട് മാറി അമ്മയും എണ്ണീറ്റ് തുണിക്ക് നോക്കിയപ്പോൾ എല്ലാം കീറി പറഞ്ഞ് കിടക്കുന്നുണ്ട്. രാഘവൻ പറഞ്ഞു, സാരി ഉണ്ടടി കീറത്തായിട്ട്. യൂസഫ് അങ്ങനെ സാരി അമ്മ എടുത്ത് കൊടുത്തിട്ട് എന്നോട് പറഞ്ഞു. ഞാനങ്ങനെ എടുത്തു കൊടുത്തു. അമ്മ ഒരു ട്രാൻസ്പെറൻറ്റ് സാരി ഒരൊറ്റ ചുറ്റി വെച്ച്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി. ഞാനും രാഘവനും അമ്മയും പുറകിൽ, അമ്മ നടുക്കുന്നതന്നെ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. പോകുന്നതോടുകൂടി നമ്മുടെ കഥയും ഇവിടെ അവസാനിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചെന്ന് ഇനി അറിയാം. ഇപ്പോൾ മുന്നത്തെ കഥയിൽ എന്തായിരുന്നു, അണ്ണാച്ചിയും അതായത് അമ്മാച്ചൻ്റെയും കൂടെ ഇപ്പോൾ കുട്ടി 2 അപ്പോൾ അടുത്തടുത്ത് വേറെ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാതില്ലല്ലേ. അപ്പോൾ അനിതയുടെ നല്ലൊരു അംഗങ്ങൾ നമുക്ക് കാണാൻ കിടക്കുന്നേ ഉണ്ടാവുകയുള്ളൂ. അടുത്തൊരു കഥയായിട്ട് അപ്പോൾ വേഗം തന്നെ കാണാവേ. ബൈ.